എന്റെ മോന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്നെ മാത്രം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു നീ കരുതുന്നുണ്ടോ? അങ്ങനെ ഏൽപ്പിക്കാൻ മാത്രം നീ കഴിവ് തെളിയിച്ചെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. നീ ദരിദ്രവാസി എന്ന് വിളിച്ചവളെ നേരിടുമ്പോ എല്ലാം തോറ്റ് തൊപ്പിയിട്ടിട്ടല്ലേ വന്ന് നിൽക്കുന്നേ? ദേ, നിന്റെ ഇഷ്ടത്തിനല്ല എന്റെ ഇഷ്ടത്തിനാ കാര്യങ്ങളെല്ലാം നടക്കാൻ പാടും. മനസ്സിലായോ? യെസ് ആന്റി. ഞാൻ പറയുന്ന അനുസരിച്ച് നീയും കരുണാകരനും ഒക്കെ കാര്യങ്ങൾ ചെയ്താ മതി. പാർവതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, ഈ കാര്യത്തിൽ ഇനി നിന്റെ ബുദ്ധിയൊന്നും ഇനി ഉപയോഗിക്കണ്ട. മാഡം, 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 എന്താ ഇതൊക്കെ? നീ മത്സരത്തിൽ ജയിച്ചെന്ന് ഇപ്പഴാ ജയന്തി ചേച്ചി ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. രാവിലെ മുതല് ഞങ്ങളൊക്കെ നല്ല ടെൻഷനിലായിരുന്നു. നീ ജയിച്ചെന്ന് അറിഞ്ഞപ്പോഴാ ഞങ്ങൾക്കൊരു സമാധാനായി. അതാ നിനക്ക് ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കിയത്. എന്നാലും പറഞ്ഞിട്ട് ചെയ്യായിരുന്നു. പേടിച്ച് ഒരു നിമിഷം ശ്വാസം നിന്നുപോയി. കാലും കൈ ഈ അവസ്ഥയിലാക്കിയിട്ടും അവള് ജയിച്ചു. ഇനി അവൾ എന്ത് ചെയ്യാനാ? ഇത് കാണുമ്പോ നമുക്ക് ഇത്ര എരിയുന്നുണ്ടെങ്കിൽ മുക്തയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അവള് കമ്പനിയിൽ മൊത്തം നാണം കെട്ട് കാണും. അതിന്റെ ദേഷ്യം നമ്മളോടായിരിക്കും ഇനി തീർക്കുന്നത്. നീ പനിയും വേദനയും സഹിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി മത്സരിക്കാൻ പോകുന്ന കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത വേദന തോന്നി. നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാരും മനസ്സുരുകി പ്രാർത്ഥിച്ചു മോളെ. നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ജയിക്കാൻ പറ്റിയത്. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നീ ജയിച്ചു വന്നല്ലോ. ഞങ്ങൾ നിന്റെ മേൽ വെച്ച വിശ്വാസം ശരിയാണെന്ന് നീ തെളിയിച്ചു. അത് നിന്റെ നന്ദി പറച്ചിലായി ഞങ്ങൾ കരുതിക്കൊള്ളാം. ഞാൻ ഈ മത്സരത്തിൽ ജയിച്ചാൽ ആദ്യം തന്നെ ഈ തുക മാഡത്തിന് കാണിച്ച് അനുഗ്രഹം വാങ്ങിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇതാ മാഡം. നന്നായി വരും. ആരൊക്കെ നിന്നെ തടയാൻ ശ്രമിച്ചാലും നിന്റെ കുടുംബത്തിന് വേണ്ടി പോരാടാനുള്ള ധൈര്യം കൊണ്ട് മാത്രം നീ ജയിച്ചത്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു. നീ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും, എനിക്ക് ഉറപ്പാ. നീ വളരുമ്പോ അതിനനുസരിച്ച് നിന്റെ ശത്രുക്കളും കൂടും. അവരെന്തൊക്കെ ചതി ചെയ്താലും നീ അവരെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. നല്ലവരുടെ കൂടെ എന്നും ദൈവം ഉണ്ടാവും. മാഡത്തിന്റെയും എന്റെ കുടുംബത്തിന്റെയും അനുഗ്രഹവും എന്റെ കൂട്ടുകാരുടെ കരുതലും സ്നേഹവും കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല മാഡം. ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. നിന്റെ ചേച്ചിയുടെ കല്യാണം നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശുകൊണ്ട് നടത്തണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? അതിപ്പോ നടക്കാൻ പോവാ. ഇതെല്ലാം വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല മാഡം, ഇപ്പോഴും എല്ലാം ഒരു സ്വപ്നം പോലെയാ എനിക്ക് തോന്നുന്നത്. ഇനി വേണം അവരെ വിളിച്ചു പറയാൻ. ആദ്യം അവരെ വിളിച്ച് കാര്യം പറയേ. അവരെ ഒരുപാട് സന്തോഷിക്കും. ശരി മാഡം. നീ വാ. 7 ലക്ഷം ജയിച്ചിട്ട് ഞങ്ങൾക്ക് ചെലവ് ചെയ്യാതിരുന്നത് ശരിയാവില്ല കേട്ടോ.